everything about the film. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലാണ് അല്ലേ? യെസ്, അദ്ദേഹത്തിന്റെ സിനിമ റിലീസാകാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഫസ്റ്റ് ഡേയിൽ തന്നെ സ്പോയിലർ ഒന്നും അറിയാതെ ആദ്യ ദിവസം തന്നെ കാണാൻ നമ്മളെല്ലാവരും തിടുക്കം കൂട്ടാറുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദാറ്റ് ഇസ് ദ പ്രോമിസ്, ദാറ്റ് ഇസ് ദ ഗ്യാരണ്ടി ദിസ് മാൻ ഇസ് ഗിവിംഗ് ടു ദ ഫിലിം ഇൻഡസ്ട്രി. സോ നൗ ഐ വാണ്ട് എവരിവൺ ടു ജോയിൻ വിത്ത് മീ വിത്ത് എ thunderous round of applause as we are welcoming our promising director Jeetu Joseph on stage. നല്ലൊരു കൈ നൽകി തന്നെ ജീതു ജോസഫ് സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ത്രില്ലർ സിനിമയിലെ ബാർ അങ്ങ് ഏറ്റവും ആകാശത്ത് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സാറാണ്. ഹായ് സർ, ഗുഡ് ഈവനിങ്. യെസ്, എനിക്ക് തോന്നുന്നു നുണക്കുഴി സിനിമയ്ക്ക് ശേഷം സർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഇനി അടുത്ത ത്രില്ലർ സിനിമ എപ്പോഴായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫൈനലി യച്ചനത് ത്രില്ലർ സിനിമ അങ്ങനെ എത്തിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ വലിയ എലമെന്റ്സ് നമ്മളെ കാത്തിരിക്കുന്നു. പ്രൊമോഷൻ വേളയിൽ നമ്മൾ കണ്ടിരുന്നു ഇതാണെന്ന് നമ്മൾ വിചാരിക്കെങ്കിലും അതല്ല. വി ഹാവ് ടു എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എന്താണ് മിറാഷ്, എന്താണ് നമ്മൾ മിറാഷിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യട്ടെ. കൈയ്യടി എവിടെ? കം ഓൺ, ഓവർ ടു യു സർ. ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ടെൻഷനുണ്ട്. കാരണം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും പിന്നെ ഒരു ത്രില്ലറൂടെ ആകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു ത്രില്ലർ തന്നെയാണ്. ബട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ത്രില്ലറല്ല, കുറച്ചുകൂടെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ത്രില്ലർ. അതിൻ്റെ ഒരു കഥയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരൊറ്റ പോക്കാണ്. അത് നമുക്ക് ഈവൻ സോങ് പോലും അതിനകത്തൊരു ചെറിയ പോർഷനിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കരമായ സസ്പെൻസ്, ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് പ്രതീക്ഷകളുണ്ട്. സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ ഇത് ബേസിക്കലി ഇതൊരു അപർണയുടെ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്താണ് സിനിമ നിൽക്കുന്നത്. ഇതിൻ്റെ കഥയുടെ പ്രോഗ്രഷൻ അപർണയുടെ അബി എന്ന് പറയുന്ന ക്യാരക്ടറിലെ ജീവിതത്തിലേക്ക് വരുന്ന 2-3 ക്യാരക്ടേഴ്സ്, അവരുടെ അപർണയുടെ പ്രശ്നം അവരുടെയും പ്രശ്നമായി മാറുന്നു. ആ യാത്രയിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് അവർ കണ്ട പ്രശ്നമായിരുന്നില്ല എന്നുള്ളത്. ദാറ്റ്സ് വൈ വി പുട്ട് ദാറ്റ് നെയിം മിറാഷ്. ബാക്കി മാക്സിമം പരിശ്രമിച്ച് അധ്വാനിച്ചൊരു സിനിമ ചെയ്തു. യു ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പം ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് എന്ത് പറയാനാണ്, നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വി നീഡ് യുവർ ബ്ലെസ്സിങ്സ്. ഇറ്റ്സ് എ ടീം എഫേർട്ട്. എൻ്റെ ഈ പടത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അവരൊരു ട്രമൻഡസ് സപ്പോർട്ട് തന്നു. പ്രത്യേകിച്ചും ആസിഫ്, അപർണ, ഹക്കീം, അർജുൻ എല്ലാവരും ഭയങ്കരമായിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഷൂട്ടിങ് തീർത്തെടുക്കാൻ പറ്റി. ആൻഡ് താങ്ക് യു. ആൻഡ് ഇങ്ങനെയൊരു ഇവൻ്റ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാനും ഇങ്ങനെയൊരു ആൾക്കാരിലേക്ക് എന്താണ് മിറാഷ് എന്ന് എത്തിക്കാനൊരു അവസരം തന്നതിന് ഫോറമോളിനോടും ഈ ഫോർ എൻ്റർടൈൻമെൻറ്റിനോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ മുകളിൽ നിൽക്കുമോ താഴെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ബേസിക്കലി ഞാൻ എപ്പോഴും സിനിമയെ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ട് ഇതായിട്ടാണ്. അപ്പം ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക. അതിപ്പോൾ ത്രില്ലറോ ഹ്യൂമറോ ഡ്രാമയോ എന്തായാലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് എൻ്റെ സിനിമയുടെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പ്രീവിയസ് ഫിലിമുമായിട്ടൊരു കമ്പാരിസണ് എനിക്ക് താല്പര്യമില്ല. അവർ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ദൃശ്യം പോലൊരു സിനിമയൊന്നും പ്രതീക്ഷ വരരുത്. ഇത് അതല്ല, ദൃശ്യമല്ല. എന്താണ് ദൃശ്യം 3 ഉടനെ സ്റ്റാർട്ട് ചെയ്യും. Okay. So I think we got answers to our most